ഹായ് അസ്സലാമലൈക്കും. മത്തപ്പേറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂട്ടിയിട്ടൊരു വിരുന്ന് വീഡിയോ ആണ് കേട്ടോ. ബട്ടർ ചിക്കന്, ക്യാമൽ റോസ്റ്റ്, സ്റ്റീം അൽഫാം, നെയ്ച്ചോറ്, പൊറോട്ട, റൊട്ടി. ക്യാമലൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തു. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ നമുക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. ഇതിലേക്ക് കുറച്ച് അരപ്പ് മസാല കൂടി കൂട്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അൽഫാം ഉണ്ടാക്കാനുള്ള മസാലയ്ക്ക് തക്കാളി, ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മല്ലിപ്പൊടി, തൈര്, ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ജീരകം, വലിയ ജീരകം, മാഗി ക്യൂബ്, ഡ്രൈ ലെമന്, കുരുമുളക്, ഗ്രാമ്പു, പട്ട, ഏലക്ക ഇതെല്ലാം കൂടി ഇതിൽ മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക. പുതിന, മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ അരച്ചിട്ടതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് വൃത്തിയാക്കാണ്ട്, ചിക്കൻ്റെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാണ്ട്. അപ്പോൾ ചിക്കൻ്റെ തൊലിയൊക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അൽഫാമുള്ള ചിക്കനൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി കട്ട് ചെയ്ത് വെള്ളം വരാൻ വേണ്ടി വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ്റെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് സുറുക്കിയും കുറച്ച് ഉപ്പും കൂടി ആദ്യം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച മസാലയും കൂടി ഇത് നന്നായിട്ട് പരത്തിയിട്ട് 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമ്മൾ കുക്കറിലിട്ട് വെച്ച ക്യാമലും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്തു. എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. തക്കാളി, പച്ചമുളക്, വേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം വാടി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ക്യാമലും കൂടി കൊട്ടിക്കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ട്. അപ്പോൾ അത് വറ്റുന്ന വരെ നമുക്കത് സ്റ്റവിൽ തന്നെ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്ത് അത് നല്ലോണം വെള്ളമൊക്കെ വലിയുന്ന വരെ ഇരിക്കട്ടെ. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 പീസ് കറുവപ്പട്ട, ഗ്രാമ്പു, വലിയ ഉള്ളി, ടൊമാറ്റോ പേസ്റ്റ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എരിവിന് അനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് കുറച്ച് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ഒരു കഷ്ണം ബാറ്ററും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ ഫ്രൈ ആക്കാനുള്ള ചിക്കനാണിത്. 2 ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മസാല എല്ലാം പുരട്ടിയിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഇതിലും ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. വലിയൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ചിക്കൻ എല്ലാം കൂടി അതിലിട്ട് കൊടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ബട്ടറും കൂടി ചേർത്തു. അപ്പോഴേക്കും നമ്മൾ ക്യാമൽ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല റെഡിയായി വന്ന് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിയില എല്ലാം കൂടി മിക്സ് ആക്കി ഇട്ട് കൊടുത്തു. ഗ്രേവിക്കുള്ള മസാല നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ട് പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തു. നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതപ്പോൾ നമ്മൾ ബട്ടർ ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇനി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഗ്രേവി കിടന്നൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം 250 ഗ്രാം ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക്. പിന്നെ 100 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ ബട്ടർ ചിക്കൻ റെഡിയായി.
കസ്തൂരി മേത്തിയും ഫ്രഷ് ക്രീമും ബട്ടറൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി അടിപൊളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റീം അൽഫാം ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റീം അൽഫാമിന് ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതാ ചിക്കനും കൂടി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. സ്റ്റീം ആക്കി എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്കിത് 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ അൽഫാം വേവിച്ചെടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഫുഡും റെഡിയായി. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി ഗാർഡനിൽ കൊണ്ടുപോയിട്ട് സെർവ് ചെയ്യാം. ഇത് നമ്മൾ ഫുഡൊക്കെ ഗാർഡനിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫുഡൊക്കെ എല്ലാവർക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റാക്കി എല്ലാവരും കഴിക്കാതിരിക്കുകയാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും